നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ ഡോക്ടർ നൽകുന്നത് മുഴുവൻ ഫേക്ക് സർട്ടിഫിക്കറ്റുകളാണ്. അത് പ്രൂവ് ചെയ്യുന്നതിന് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്ത രേഖകളാണ് സർ. അത് ഒരു കള്ള സർട്ടിഫിക്കറ്റ് എഴുതുന്നതിന് 10,000 രൂപയോളം കൃത്യമായ ഫീസും നിശ്ചയിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. എന്തിനും സർട്ടിഫിക്കറ്റുകൾ കൊടുക്കും. മദ്യപിച്ച ഒരാളെ മെഡിക്കൽ ടെസ്റ്റിന് ഹാജരാക്കി പണം വാങ്ങി അയാള് മദ്യപിച്ചിട്ടില്ലാന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കും. മദ്യപിക്കാത്ത ഒരാൾക്ക് വേണമെങ്കിൽ മദ്യപിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റും കൊടുക്കും. അതിന് ഉദാഹരണമാണ് സർ ഇത്. അതിൽ ബലിയാടായിരിക്കുന്നത് ഈ ഇരിക്കുന്ന ശരത് സാറാ. ഒരു വാഹനാപകടം നടന്നപ്പോ സാറ് മദ്യപിച്ചിരുന്നു എന്ന് പണം വാങ്ങി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഈ ഒരൊറ്റ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാരണമാണ് ശരത് സാറിന് പുറത്തു പോകേണ്ടി വന്നത്. താൻ കൊടുത്തത് മുഴുവൻ കള്ള സർട്ടിഫിക്കറ്റുകളാണെന്ന് ചെറിയൻ ഡോക്ടർ മൊഴി തന്നിട്ടുണ്ട് സർ. പണത്തിന് വേണ്ടി ഇത്രയും വൃത്തികേടുകൾ കാണിക്കാൻ ഒരു ഗവൺമെന്റ് ഡോക്ടറായ താങ്കൾക്ക് നാണമില്ലേ മിസ്റ്റർ? ഡോക്ടേഴ്സ് നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് എത്ര കേസുകളാണ് എന്നെപ്പോലുള്ളവർ വിധി പ്രസ്താവിക്കുന്നതെന്നറിയാമോ? എത്ര ആൾക്കാർക്കാണ് ഈ തെറ്റായ ചെയ്തികൾ വഴി നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾക്ക് കിട്ടുന്നത് 10,000-10,000 ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് മറ്റൊരാൾക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതമാണ്. ഒരിക്കലെങ്കിലും നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എഴുതി കൊടുത്ത കള്ള സർട്ടിഫിക്കറ്റ് കാരണം ഈ നാടിന് നഷ്ടമായത് ഒരു സമർത്ഥനായ IAS ഓഫീസറിന്റെ സേവനമാണ്. കമ്മീഷണർ, താങ്കളുടെ കസ്റ്റഡി അപേക്ഷ ഞാൻ അംഗീകരിക്കുകയാണ്. കൃത്യമായ അന്വേഷണം ഇതിലുണ്ടാകണം. ഇയാൾ ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളുടെയും ഡീറ്റെയിൽസ് എടുക്കണം. ഏതെങ്കിലും നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കണം. ഷുവർ സർ. ശരത്ചന്ദ്രന്റെ കേസ് എത്രയും വേഗം റീഓപ്പൺ ചെയ്ത് അന്വേഷണം നടത്തി നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. അതിനുള്ള നടപടികൾ ഉണ്ടാവണം. അതിനൊരു എക്സ്ക്യൂസും വേണ്ട. കമ്മീഷണർ റിപ്പോർട്ട് കിട്ടിയ ബാക്കി കാര്യങ്ങൾ ഞാൻ ഫോർവേഡ് ചെയ്തോളാം. സർ. ന്യായാധിപന് മുന്നിൽ തെളിവുകളും സാക്ഷികളും മാത്രമാണ് പിൻബലം. ഇപ്പൊ സുന്ദരി വിചാരിച്ചതുകൊണ്ട് ആ തെളിവുകൾ അസത്യങ്ങളാണെന്ന് തെളിഞ്ഞു. താങ്കൾ സമാധാനമായിട്ടിരിക്കൂ. എത്രയും പെട്ടെന്ന് സർവീസിൽ തിരികെ പ്രവേശിക്കാനാവൂ. ഈ ഫയലുകളെല്ലാം മേൽ നടപടിക്ക് വേണ്ടി ഞാനിപ്പോൾ തന്നെ റെക്കമെൻഡ് ചെയ്യുകയാണ്. ശരത്തേട്ടാ, എനിക്ക് പേടിയാവുന്നുണ്ട്. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ.
എന്തു പറ്റി? കേറിയപ്പോ മുതൽ വല്ലാത്തൊരു സൈലൻസ് ആണല്ലോ. എന്തു പറ്റി സർ? എന്തു പറ്റി സർ? കാറിലിരുന്ന് കണ്ണു നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നിരപരാധിയാണെന്ന് തെളിയിക്കാനായതിന്റെ സന്തോഷമായിരിക്കും അല്ലേ? സുന്ദരിയോട് ഞാൻ എങ്ങനെ... എന്താ സർ ഇത്? സുന്ദരിയോട് നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നന്ദിയോ? എന്നോടോ? സാറിനെ സർവീസിൽ തിരിച്ചു കയറ്റുക എന്നുള്ളത് എന്റെ കടമയായിരുന്നു. സർവീസിൽ തിരിച്ചു കയറുക എന്നുള്ളത് എൻ്റെ ഒരു വിഷയമേ ആയിരുന്നില്ല. പക്ഷേ എൻ്റെ ദേവി മരിച്ചത് ഞാൻ കാരണമല്ലെന്ന് എനിക്ക് തെളിയിക്കണമായിരുന്നു. എൻ്റെ ആ ആഗ്രഹമാണ് സുന്ദരി സാധിച്ചു തന്നത്. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച താഴ്ചകൾ കണ്ടവരാണ് IAS ഓഫീസേഴ്സ്. അതിൽ മിക്കതും നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. നമ്മളെ ഒന്നും ബാധിക്കാറുമില്ല. പക്ഷേ ശരത്ചന്ദ്രൻ IAS മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കി ഭാര്യയെ കൊന്നുവെന്ന് മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു പരത്തിയപ്പോൾ, അപമാനിച്ചപ്പോൾ ഉണ്ടായൊരു വേദനയുണ്ട്. പ്രാർത്ഥന മാത്രമായിരുന്നു. ആ സമൂഹത്തോട് ഞാനല്ലാതെ ചെയ്തതെന്ന് അവരെ കൊണ്ട് തന്നെ പറയിക്കണമെന്ന്. എന്റെ ഉറക്കം കെടുത്തിയിരുന്ന ആ ആഗ്രഹമാണ് സുന്ദരി സാധിച്ചു തന്നത്. സുന്ദരിയോട് എന്താ പറയേണ്ടെന്ന് അറിയില്ല, എങ്ങനെ നന്ദി പറയണമെന്നും അറിയില്ല. സുന്ദരിക്ക് പകരം വേറൊരു IAS ഓഫീസറായിരുന്നു ഇവിടെ വന്നിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ നീതിക്ക് വേണ്ടി സമയം പാഴാക്കില്ലായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് സുന്ദരി. വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനാവാത്ത അത്രയും നന്ദിയുണ്ട്. നന്ദി, 1000 നന്ദി, 1000. മദ്യപിച്ച് വാഹനമോടിച്ച IAS ഓഫീസർ ആക്സിഡന്റ് ഉണ്ടാക്കി ഭാര്യയെ കൊന്നു എന്നുള്ളത് മാധ്യമങ്ങൾ ആഘോഷിച്ചു. പക്ഷേ ഇന്നും ഞാൻ നിരപരാധിയാണെന്നുള്ളത് ഒരു മാധ്യമങ്ങളും വാർത്തയാക്കില്ല. കുഴപ്പമില്ല, സത്യം പുറം ലോകത്തിന് ഒരു കോളം വാർത്തയായിട്ടെങ്കിലും അറിയിക്കാനായി എന്ന സന്തോഷം അത് വളരെ വലുതാണ്. അതിനൊരുപാട് നന്ദിയുണ്ട്.